Now let us move on to sp3 hybridization. In sp3 hybridization, one s orbital and 3 p orbitals. They are px, py and pz, right? So one s orbital and these 3 p atomic orbitals of similar energies, they combine, they intermix and they form 4 new stable hybridized orbitals, each of them having same energy and shape. അപ്പോൾ sp3 hybridization ഒരു s ഓർബിറ്റലും 3 p ഓർബിറ്റലും ടോട്ടൽ 4 ആറ്റമിക് ഓർബിറ്റൽസ് ആണ് കമ്പൈൻ ചെയ്യുക. 4 ആറ്റമിക് ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്തിട്ട് സിമിലർ എനർജിയും ഷേപ്പുമുള്ള 4 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ്, sp3 ഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള 4 ഓർബിറ്റൽസ് ആണ് ഫോം ചെയ്യുക. ഈ ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് സിഗ്മ ബോൺസ് ആണ് ഫോം ചെയ്യുക എന്ന് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. സോ sp3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റലിൽ എത്രമാത്രം s ക്യാരക്ടർ ഉണ്ടാവും? കാരണം ഒരു s ഓർബിറ്റലും 3 p ഓർബിറ്റലുമായിട്ടാണ് ഓവർലാപ്പ് കമ്പൈൻ ചെയ്യുക. So sp3 hybridized ഓർബിറ്റലിന് only 25% s ക്യാരക്ടർ ഉണ്ടാവുള്ളൂ. അതേസമയം 75% p ക്യാരക്ടറുമാണ് ഉണ്ടാവുക. ഈ 4 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസും നമ്മുടെ സെൻട്രൽ ആറ്റത്തിലാണുള്ളത്. ഈ ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് തമ്മിൽ റിപ്പൽ ചെയ്തിട്ട് ഒരു ടെട്രാഹെഡ്രൽ, റെഗുലർ ടെട്രാഹെഡ്രൽ ജോമെട്രി ആയിരിക്കും ഉണ്ടാവുക. ടെട്രാഹെഡ്രൽ ജോമെട്രി ആണെങ്കിൽ ബോണ്ട് ആംഗിൾ 109 ഡിഗ്രി 28 മിനിറ്റ്സ് ആയിരിക്കും. So examples for compounds giving sp3 hybridization are alkanes, അല്ലെ, മീഥൈൻ പോലെയുള്ള alkanes, then ammonia, ammonium ion, water, oxonium ion H3O+ എല്ലാം sp3 hybridization തരുന്ന മോളിക്യൂൾസ് ആണ്. എക്സാമ്പിൾസ് കൂടെ ഓർത്ത് വയ്ക്കുക. So pictorial representation നമുക്ക് നോക്കാം. Here we have the spherically shaped s orbital, then dumbbell shaped px orbital, py orbital in y-axis, then pz orbital in z-axis. All of these 4 atomic orbitals, they combine together, they intermix together to form 4 sp3 hybridized orbitals. You can see 4 of them. They have similar geometry, but they are oriented in different directions. That's all. Okay. So they are placed around the central atom in this way. They form a regular tetrahedral geometry with a bond angle of 109 degree 28 minutes. So this is all about sp3 hybridization. One s and 3 p orbitals hybridized together to form 4 sp3 hybridized orbital having which are arranged in tetrahedral geometry. Now let's see one example for sp3 hybridization. This PCl3. Our central atom is phosphorus. Phosphorus atom has 5 valence electrons. So the electronic configuration is 1s2, 2s2, 2p, 5, 3s2 and 3p3. Okay, so this 3s2 and 3p3 are the valence orbitals which are represented here in the ground state. Ground state la phosphorus la 3s2, 3p3 ആണ് അതിന്റെ electronic configuration. So ഈ filled ആയിട്ടുള്ള 3s ഓർബിറ്റലും ഹാഫ് ഫിൽഡ് ആയിട്ടുള്ള 3p ഓർബിറ്റലും കൂടെ ഓവർലാപ്പ് ചെയ്ത് കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് sp3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ഫോം ചെയ്യും. നമ്മുടെ ഫോസ്ഫറസിന് ഇനി എത്ര ക്ലോറിനുമായിട്ട് കമ്പൈൻ ചെയ്യണം? 3 ക്ലോറിനുമായിട്ട് 3 ക്ലോറിൻ ആറ്റംസുമായിട്ട് ഓവർലാപ്പ് ചെയ്താൽ മതി, അല്ലേ? അപ്പോൾ നമ്മുടെ ഈ കാണുന്നത് 4 sp3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റലാണ്. അതിൽ ഹാഫ് ഫിൽഡ് ആയിട്ടുള്ള sp3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റലുമായിട്ട് ഫസ്റ്റ് ക്ലോറിന്റെ 3pz1 അൺപെയർഡ് ഇലക്ട്രോണിലെ 3pz1 ഓർബിറ്റൽ ഓവർലാപ്പ് ചെയ്യുന്നു. സെക്കൻഡ് വണ്ണുമായിട്ട് അടുത്ത ക്ലോറിൻ, തേർഡ് sp3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റലായിട്ട് അടുത്ത ക്ലോറിന്റെ അൺപെയർഡ് 3pz ഓർബിറ്റൽ ഓവർലാപ്പ് ചെയ്യുന്നു, അല്ലേ? സോ നമുക്കറിയാം ഇവിടെ നമുക്ക് 4 sp3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ ആണുള്ളത്. അതിൽ 3 എണ്ണം ക്ലോറിനുമായിട്ട് സിഗ്മ ബോണ്ട് ഫോം ചെയ്യാൻ വേണ്ടി യൂസപ്പ് ചെയ്തു. സോ PCl സിഗ്മ ബോണ്ട്, PCl സിഗ്മ ബോണ്ട്, PCl സിഗ്മ ബോണ്ട്, അല്ലെ? അടുത്ത sp3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ ആരാണുള്ളത്? ഒരു ലോൺ പെയർ ഇലക്ട്രോൺ ആണുള്ളത്, അല്ലെ? 4th വണ്ണിൽ ലോൺ പെയർ ഇലക്ട്രോൺ ആണുള്ളത്. അപ്പോൾ നമ്മൾ sp3 ഹൈബ്രിഡൈസേഷൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ടെട്രാഹെഡ്രൽ ജോമെട്രി ആണ്. എങ്ങനെയാണെങ്കിലായിരുന്നു ആ സിറ്റുവേഷൻ? ഈ 4 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റലും ഒരേപോലെയാണ് യൂസപ്പ് ചെയ്തിരുന്നതെങ്കിൽ, അല്ലെ? പക്ഷെ ഇവിടെ ഇതിൽ 3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ sp3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ സിഗ്മ ബോണ്ട് ഫോം ചെയ്യാൻ യൂസ് ചെയ്തപ്പോൾ 4ാമത്തെ ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ ഇവിടെ ലോൺ പെയർ ആണ് നിൽക്കുക. നമുക്കറിയാം ഈ ലോൺ പെയർ ബോണ്ട് പെയർ റിപ്പൽഷൻ എന്ന് പറയുന്നത് എപ്പോഴും എങ്ങനെയാണ്? ബോണ്ട് പെയറുകൾ തമ്മിലുള്ള റിപ്പൽഷനേക്കാളും കൂടുതലാണ് ലോൺ പെയർ ബോണ്ട് പെയർ റിപ്പൽഷൻ, അല്ലെ? അപ്പൊ ഈ റിപ്പൽഷൻ, ഈ ലോൺ പെയറും ഈ ബോണ്ട് പെയറും ഈ ലോൺ പെയറും ഈ ബോണ്ട് പെയറും ഈ ലോൺ പെയർ ഈ ബോണ്ട് പെയർ തമ്മിലുള്ള റിപ്പൽഷൻ കൂടുതലായതുകൊണ്ട് എന്ത് പറ്റും? ടെട്രാഹെഡ്രൽ ജോമെട്രിയിൽ നിന്ന് മാറിയിട്ട് ഈ
മൂന്ന് ബോണ്ട് പെയേഴ്സ് കുറച്ചുകൂടെ അടുത്ത് വരികയും അതൊരു പിരമിഡൽ സ്ട്രക്ചറിലേക്ക് മാറുകയും ചെയ്യും. അപ്പം 109 ഡിഗ്രി 28 മിനിറ്റ് ബോണ്ട് ആംഗിൾ ടെട്രാഹെഡ്രൽ പ്രതീക്ഷിച്ച് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന ജോമെട്രി ഏതാണ്? PCl3ന്റെ പിരമിഡൽ ജോമെട്രി ആണ് വിത്ത് എ ബോണ്ട് ആംഗിൾ. ഈ ബോണ്ട് ആംഗിൾ എത്രയായി? അത് 104 ആയിട്ട് റെഡ്യൂസ്ഡ് ആയി അല്ലേ? 104 ഡിഗ്രി ആണ് PCl3 പിരമിഡൽ ജോമെട്രിയുടെ ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡ്യൂ ടു ദ presence of this lone pair of electron which repels the bond pairs, okay, and the bond angle is reduced and geometry is changed to a pyramidal geometry from expected tetrahedral geometry. Here we have the example of ammonia. It also gives sp3 hybridization. Ground we know nitrogen also has 5 valence electrons. Nitrogen 5 valence electrons ആണുള്ളത്. 2s2 2p3 ആണ് അതിന്റെ valence electron. ഇനി നൈട്രജൻ 3 ഹൈഡ്രജനുമായിട്ട് കമ്പൈൻ ചെയ്ത് 3 ഇലക്ട്രോണും കൂടെ കിട്ടിക്കഴിയുമ്പോൾ ഒരു ഒക്ടറ്റ് കംപ്ലീറ്റ് ആവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം? ഹൈബ്രിഡൈസ്ഡ് sp3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് വേണം അല്ലേ? സോ ഈ 2sഉം ഈ 3 2p ഓർബിറ്റൽസും കൂടെ കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് 4 sp3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ഫോം ചെയ്യും. അതിൽ ഈ 2sൽ ഓൾറെഡി ഒരു ലോൺ പെയർ ഉണ്ട്. ഇനി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള അൺപെയർഡ് ഇലക്ട്രോൺ ഉള്ള 2p ഓർബിറ്റൽസ് ആണ്. ഈ ഡോട്ടഡ് ലൈൻ കൊണ്ട് ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഹൈഡ്രജനിൽ നിന്ന് കിട്ടുന്ന ഇലക്ട്രോൺ ആണ് കേട്ടോ. അതർവൈസ് 3ലും അൺപെയർഡ് ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. അപ്പം ഈ 3 ഹൈബ്രിഡൈസ്ഡ് sp3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റലുമായിട്ട് 3 ഹൈഡ്രജൻ ആറ്റംസ് ഓവർലാപ്പ് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടി? അമോണിയ മോളിക്യൂൾ ഫോം ചെയ്തു. പക്ഷേ അമോണിയ മോളിക്യൂളിൽ നമ്മൾ PCl3യുടെ കേസ് പറഞ്ഞതുപോലെ തന്നെ ഒരു sp3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റലിൽ ഈ 2s2ലുള്ള ലോൺ പെയർ ആണ് എക്സിസ്റ്റ് ചെയ്യുക അല്ലേ? സോ there is a repulsion. ലോൺ പെയർ ബോണ്ട് പെയർ റിപ്പൾഷൻ എന്തിനേക്കാളും കൂടുതലാണ്? ബോണ്ട് പെയർ റിപ്പൾഷനേക്കാളും കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്ത ടെട്രാഹെഡ്രൽ ജോമെട്രിക്ക് പകരം ഇവിടെയും നമുക്കൊരു പിരമിഡൽ സ്ട്രക്ചറാണ് നമുക്ക് കിട്ടിയിരിക്കുക. അമോണിയയുടെ ജോമെട്രി പിരമിഡൽ ആണ്. ബോണ്ട് ആംഗിൾ 109 ഡിഗ്രി 28 മിനിറ്റ് ടെട്രാഹെഡ്രൽ വേണ്ടതിൽ നിന്നും റെഡ്യൂസ്ഡ് ആയിട്ട് 107 ഡിഗ്രിയാണ് നമ്മുടെ ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത്. സോ ഇവിടെയും നമ്മുടെ പിരമിഡിന്റെ ബേസിൽ ഏത് ബോണ്ടാണ്? നൈട്രജൻ ഹൈഡ്രജൻ NH ബോണ്ട്സ് ആണ് അല്ലേ? പിരമിഡിന്റെ ബേസുകൾ ഹൈഡ്രജൻ ഒക്യുപ്പൈ ചെയ്യുകയും അതിന്റെ അപ്പെക്സ് പൊസിഷനിൽ ലോൺ പെയർ എക്സിസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു പിരമിഡൽ ജോമെട്രി വിത്ത് 107 ഡിഗ്രി ബോണ്ട് ആംഗിൾ ഉള്ള അമോണിയ മോളിക്യൂൾ നമുക്ക് കിട്ടും. സോ അമോണിയ മോളിക്യൂളിൽ നമ്മൾ പറഞ്ഞ പോലെ 2s ലോൺ പെയർ ഉള്ള 2s വാലൻസ് ഷെല്ലും അൺപെയർഡ് ഇലക്ട്രോൺസ് ഓരോന്ന് വീതമുള്ള 2p ഓർബിറ്റൽസും കൂടെ ഇന്റർമിക്സ് ചെയ്തിട്ട് ഒരേ എനർജിയിലുള്ള 4 sp3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ഫോം ചെയ്യുന്നു. അതിൽ 3 അൺപെയർഡ് ഇലക്ട്രോൺസ് കണ്ടെയ്ൻ ചെയ്യുന്ന 3 sp3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ ഹൈഡ്രജനുമായിട്ട് സിഗ്മ ബോണ്ട് ഫോം ചെയ്യുന്നു. അതുകൊണ്ട് ഇത് ബോണ്ടിങ് ഇലക്ട്രോൺസ് ആണ് ഈ 3 എണ്ണം എന്ന് പറയുന്നത്. ഇനി ഇവിടെയോ നമുക്ക് 2sലുണ്ടായിരുന്ന ആ ലോൺ പെയർ അതേപടി ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അത് ലോൺ പെയർ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മളിവിടെ എക്സ്പെക്ട് ചെയ്തത് ഇങ്ങനെ sp3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസിന്റെ ടെട്രാഹെഡ്രൽ സ്ട്രക്ചർ ആയിരുന്നു. പക്ഷെ ഇവിടെ ഒരു ലോബിൽ ലോൺ പെയർ വരുന്നു. അത് കൂടുതൽ റിപ്പൽഷൻ ബോണ്ട് പെയറിലേക്ക് നടത്തുന്നത് കൊണ്ട് നമുക്ക് ഒരു പിരമിഡൽ സ്ട്രക്ചർ ആയിട്ട് മാറുന്നു. ഇനി അമോണിയം അയൺ അല്ലേ? NH4+ അയണിന്റെ ഹൈബ്രിഡൈസേഷൻ. ഇറ്റ് ഈസ് ഓൾസോ sp3 ഹൈബ്രിഡൈസ്. സെൻട്രൽ ആറ്റം നൈട്രജൻ ഈസ് sp3 ഹൈബ്രിഡൈസ്. മുമ്പ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ അമോണിയയുടെ കേസിലെ പോലെ തന്നെ അമോണിയം അയണിലും സെൻട്രൽ ആറ്റം നൈട്രജൻ എന്ന് പറയുന്നത് sp3 ഹൈബ്രിഡൈസ്ഡ് ആണ്. 4 sp3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റലുണ്ട്. അമോണിയയുടെ കേസ് പറഞ്ഞ പോലെ 3 sp3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ഹൈഡ്രജൻ ആറ്റമായിട്ട് സിഗ്മ ബോണ്ട് NH സിഗ്മ ബോണ്ട്സ് ഫോം ചെയ്യുന്നു. സോ ഇവിടെ അമോണിയയാണിതല്ലേ? അമോണിയയുടെ പിരമിഡൽ പൊസിഷനുള്ള 3 ഹൈഡ്രജൻ ആറ്റംസ് നൈട്രജനുമായിട്ട് സിഗ്മ ബോണ്ട് ഫോം ചെയ്യുന്നു. 3 sp3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ യൂസ് ചെയ്ത് കഴിഞ്ഞു. 4ാമത്തെ sp3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ നമുക്കറിയാം അമോണിയയിൽ അവിടെ ഒരു ലോൺ പെയർ ആണുള്ളത് അല്ലേ? അപ്പോൾ അമോണിയം അയൺ ഫോം ചെയ്യാൻ നേരത്ത് നമ്മുടെ H+ അയൺ വന്നിട്ട് ഈ ലോൺ പെയറിനെ ടേക്ക് അവേ ചെയ്യും അല്ലേ? അപ്പോൾ ഈ ലോൺ പെയർ ഉള്ള ഈ ഓർബിറ്റലുമായിട്ടാണ് H+ അയൺ വന്നിട്ട് കമ്പൈൻ ചെയ്യുക. ഓക്കെ, അങ്ങനെ നമുക്ക് NH4+ അയൺ കിട്ടുന്നു. ഓക്കെ, ഇവിടുത്തെ പ്രത്യേകത എന്താണ്? ഇവിടെ ലോൺ പെയറിന്റെ ഇഫക്റ്റ് ഇനി വരുന്നുണ്ടോ? ഇല്ല അല്ലേ? ഇപ്പൊ എല്ലാ ബോണ്ടും ഒരേപോലെയാണ്. 4 NH സിഗ്മ ബോണ്ടും ഒരേപോലെയാണ്. അപ്പൊ നമ്മുടെ ജോമെട്രി sp3 ഹൈബ്രിഡൈസേഷൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ടെട്രാഹെഡ്രൽ ജോമെട്രിയാണ്. ബോണ്ട് ആംഗിൾ എത്രയാണ്? 109 ഡിഗ്രി 28 മിനിറ്റ്സ് ആണ്. വൺസ് ഈ അമോണിയം അയൺ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഈ H+ ഈ ഒരു പർട്ടിക്കുലർ ഹൈഡ്രജനിൽ നമുക്ക്
വെക്കാൻ പറ്റില്ല. അത് എന്താണ്, അത് ഡീലോക്കലൈസ്ഡ് ആയിട്ടാണ് ആക്ട് ചെയ്യുക അല്ലേ. അപ്പോഴാണ് ഓവറോൾ ആയിട്ട് നമ്മൾ പ്ലസ് ചാർജ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഹിയർ ഓൾ ദി ഇലക്ട്രോൺ പെയേഴ്സ് അറൌണ്ട് നൈട്രജൻ ആറ്റം ആർ ബോണ്ട് പെയേഴ്സ്. ഇവിടെ ലോൺ പെയറിന്റെ ഇൻഫ്ലുവൻസ് വരുന്നില്ല, എല്ലാം ബോണ്ട് പെയേഴ്സ് ആണ്. സോ ദെയർ വിൽ ബി ഈക്വൽ റിപ്പൽഷൻ ആൻഡ് ഹെൻസ് results in a regular tetrahedral geometry with a bond angle of 109 degree 28 minutes. Another example is water molecule. Water molecule നമ്മുടെ സെൻട്രൽ ആറ്റം ഓക്സിജൻ ആണ്. ഓക്സിജനും sp3 ഹൈബ്രിഡൈസ് സ്റ്റേറ്റിലാണുള്ളത്. ഓക്സിജന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, വാലൻഷ്യൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 2s2 2p2 2px2 2py1 2pz1. ഇതാണ് 2s2 2p4 ആണ് ആക്ച്വലി ഓക്സിജന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. ഈ 2sഉം 2p ഓർബിറ്റൽസും കൂടി ഇന്റർമിക്സ് ചെയ്ത് ഹൈബ്രിഡൈസ് ചെയ്തിട്ട് നമുക്ക് 4 sp3 ഹൈബ്രിഡൈസർ ഓർബിറ്റൽസ് ഉണ്ടാവും. അമോണിയയിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ട് ഇവിടെ നോക്കിക്കുകയും ഇവിടെ നമുക്ക് 2 sp3 ഹൈബ്രിഡൈസർ ഓർബിറ്റൽസിലും ആരാണുള്ളത്, ലോൺ പെയേഴ്സ് ആണുള്ളത് അല്ലെ. ബാക്കി റിമൈനിങ് അൺപെയർഡ് ഇലക്ട്രോൺ ഉള്ള 2 sp3 ഹൈബ്രിഡൈസർ ഓർബിറ്റലും ഹൈഡ്രജനുമായിട്ട് സിഗ്മ ബോണ്ട് ഫോം ചെയ്യുന്നു. അപ്പോൾ 2 ബോണ്ടിങ് പെയറും 2 ലോൺ പെയറുമാണ് വാട്ടറിലുള്ളത്. ഇപ്പൊ നമ്മൾ ഈ റെഡ് കളറിൽ കാണുന്ന പോലെ നമ്മൾ എക്സ്പെക്ട് ചെയ്തത് ഒരു ടെട്രാഹെഡ്രൽ ജോമെട്രി ആണ്. പക്ഷേ വാട്ടറിൽ എന്താണുള്ളത്, 2 ലോൺ പെയേഴ്സ് ആണ് നമുക്കിവിടെ ഉള്ളത്. അപ്പൊ ഈ ലോൺ പെയേഴ്സ് തമ്മിലും റിപ്പൽ ചെയ്യും. റിപ്പൽഷൻ ഹൈ റിപ്പൽഷൻ ആയിരിക്കും. ലോൺ പെയർ ബോണ്ട് പെയർ റിപ്പൽഷനും ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, നമ്മൾ ലീനിയർ ആയിട്ട് എക്സ്പെക്ട് ചെയ്യുന്നതിന് പകരം അല്ലെങ്കിൽ ടെട്രാഹെഡ്രൽ ആയിട്ട് എക്സ്പെക്ട് ചെയ്യുന്നതിന് പകരം നമ്മുടെ വാട്ടർ മോളിക്യൂളിനൊരു ബെൻഡ് ജോമെട്രിയാണ് ഉള്ളത്. ഇനി H3O പ്ലസ് അയണിന്റെ കേസ് നമ്മൾ നോക്കുവാണെങ്കിൽ വാട്ടർ മോളിക്യൂളെ പോലെ തന്നെ 2 half filled sp3 hybridized orbital of oxygen atom overlap with 1s orbital of hydrogen atom forming 2 OH bonds അല്ലെ. വാട്ടറിന്റെ പോലെ തന്നെ അൺപെയർഡ് ഇലക്ട്രോൺ ഉള്ള 2 sp3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റലും ഹൈഡ്രജനുമായിട്ട് കമ്പൈൻ ചെയ്ത് 2 OH സിഗ്മ ബോണ്ട് ഉണ്ടാവും. പിന്നെ നമുക്ക് എന്താണുള്ളത്, 2 ലോൺ പെയേഴ്സ് നിൽക്കുന്നുണ്ട് അല്ലെ. ലോൺ പെയർ ഉള്ള ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ ഉണ്ട്. അതിൽ ഒരു ലോൺ പെയർ H+ഉമായിട്ട് കമ്പൈൻ ചെയ്യുന്നു. ഓക്കെ, സോ ഈ H+ ലോൺ പെയർ ഓർബിറ്റലുമായിട്ട് കമ്പൈൻ ചെയ്ത് അവിടെ ഒരു കോർഡിനേറ്റ് ബോണ്ടാണ് ഫോം ചെയ്യുന്നത്. പക്ഷെ ഇറ്റ് ഈസ് ഇൻഡിസ്റ്റിങ്വിഷബിൾ ഫ്രം ദ എക്സിസ്റ്റിംഗ് കോവാലന്റ് ബോണ്ട്സ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ നമുക്കുള്ള 3 OH ബോണ്ട്സും ഇൻഡിസ്റ്റിങ്വിഷബിൾ ആണ്, ഐഡന്റിക്കൽ ആണ്. അപ്പോൾ ഇപ്പൊ നമ്മുടെ സിറ്റുവേഷൻ H3O പ്ലസിൽ എങ്ങനെയാണ്, ഇവിടെ ഒരു ലോൺ പെയർ ഉണ്ട്, ബാക്കി 3 OH സിഗ്മ ബോണ്ട്സ് ആണുള്ളത് അല്ലെ. OH ബോണ്ട്സ് ആണുള്ളത്, ഇൻഡിസ്റ്റിങ്വിഷബിൾ ആയിട്ടുള്ള 3 OH ബോണ്ട്സ്. അപ്പോൾ വീണ്ടും അത് ഏത് ജോമെട്രിയിലേക്ക് പോകുന്നു, ഒരു പിരമിഡൽ ജോമെട്രിയിലേക്ക്, അമോണിയ പോലെ ഒരു പിരമിഡൽ ജോമെട്രിയിലേക്ക് വരുന്നു അല്ലെ. സോ ഹിയർ 3 of the electron pairs around the oxygen atom are bond pairs. ഹൈഡ്രജനുമായിട്ട് സിഗ്മ ബോണ്ട് ഫോം ചെയ്തിരിക്കുകയാണ്. and 1 is a lone pair. The bond pairs are pushed away from the lone pair as the lone pair bond pair repulsion is greater than the bond pair repulsion. അപ്പോൾ നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ H3O പ്ലസ് മോളിക്യൂള് ഒരു ടെട്രാഹെഡ്രൽ ജോമെട്രിക്ക് പകരം ഒരു ഡിസോർഡർ ആയിട്ടുള്ള ജോമെട്രിയാണ് വരിക. അത് പിരമിഡൽ സ്ട്രക്ചറിലേക്ക് മാറുന്നു. അതിന്റെ ബോണ്ട് ആംഗിളും റെഡ്യൂസ്ഡ് ആയിരിക്കും. ഓക്കെ, മുമ്പ് അമോണിയം അയണിന്റെ കേസിൽ പറഞ്ഞ പോലെ തന്നെ ഒരു ഹൈഡ്രജനിലേക്ക് നമുക്ക് ഈ പോസിറ്റീവ് ചാർജ് കൺഫൈൻ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ H3O ഓവറോൾ പ്ലസ് ചാർജ് ഉള്ള പോലെയാണ് നമ്മൾ ഓക്സോണിയം അയണിനെ നമ്മൾ അല്ലെങ്കിൽ H3O പ്ലസ് അയണിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. സോ ഇവിടെ നമ്മുടെ വാട്ടർ മോളിക്യൂളിലേക്ക് ഒരു പ്രോട്ടോൺ H+ വന്ന് കമ്പൈൻ ചെയ്തിട്ട് ഈ ഒരു ലോൺ പെയറിലാണ് H+ വന്നിരിക്കുക അല്ലെ. അപ്പോൾ പിരമിഡൽ ജോമെട്രി, ഇതാണ് H3O അയണിന്റെ ഹൈബ്രിഡൈസേഷൻ ജോമെട്രി എന്ന് പറയുന്നത്.